തടി കുറയാനുണ്ട്. രണ്ടിനും ഒരേ തേന്തിനാണ്, രണ്ട് രീതിയിലാണ് യൂസ് ചെയ്യാൻ. തടി കുറയണമെങ്കിൽ രാവിലെ ഭക്ഷണത്തിന് 1 മണിക്കൂർ മുന്നേ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എൻ്റെ പേര് അൻസിൽ എന്നാണ്. ഞാൻ ഇവിടെ വയനാട് വൈത്തിരി വരുന്നതാണ്. ഈ ഒരു തേൻ മ്യൂസിയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹണി മ്യൂസിയമാണ്. അതേപോലെ തന്നെ ലോകത്തിലെ 2ാമത്തെ തേൻ മ്യൂസിയമാണ് ഈ ഒരു ഹണി മ്യൂസിയം. നമ്മുടെ ഹണി പ്രോസസ്സിംഗ് യൂണിറ്റ് ആണിത്. ഈ ഹണി പ്രോസസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ തേനിൻ്റെ അടയെ കേട്ടിരിക്കുന്ന സ്വാഭാവികമായും പിഴിഞ്ഞെടുത്ത് കഴിക്കുന്ന ആളുകളായിരിക്കും. ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് കഴിക്കുമ്പോൾ ഈ ഒരു അടയിൽ ഇതിൻ്റെ പറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ടാവും, ഇതിൻ്റെ ലാർവകൾ ഉണ്ടാവും, ഇതിൻ്റെ മുട്ടകൾ ഉണ്ടാവും, ഇതിൻ്റെ ബോഡി പാർട്സുകൾ ഉണ്ടാവും, ബോഡി വേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് വേസ്റ്റ് എന്തായിരിക്കും ഇതിലേക്ക് ഇൻവോൾവായിരിക്കും. നമ്മൾ കഴിക്കുമ്പോൾ ഇതൊക്കെ കൂടി നമ്മളെ ബോഡിയിലേക്ക് വരാം. അപ്പോൾ പഴയ ആളുകളൊക്കെ പറയുന്നില്ലേ, തേനധികം കഴിക്കരുത്, തേനധികം കഴിച്ച് കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാവും, വയറ് സങ്കടം ഉണ്ടാവും, ഒക്കെ അതൊക്കെ റീസൺ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ തേൻ ക്രോസ് ചെയ്യുന്നത് തേൻ്റെ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യണം. ആ ഒരു ക്രോസിംഗാണ് നമ്മളൊരു ക്രോസിംഗ് പ്ലാനിലൂടെ ചെയ്തത്. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ തേൻ കളക്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും നമ്മൾ ഇതേപോലെ റോ ഹണികളെ കളക്ട് ചെയ്യുന്നത്. റോ എന്ന് പറഞ്ഞാൽ വേസ്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഹണി ആയിരിക്കും. നോക്കിയാൽ തന്നെ നമുക്ക് തേനിലെ വേസ്റ്റുകളൊക്കെ കാണാൻ പറ്റും. കാണുന്നില്ലേ? കണ്ടില്ല? ഈ രീതിയിലുള്ള ഹണി നമ്മൾ ഈ ഒരു ചേമ്പറിലേക്കാണ് ആദ്യം എത്തിക്കുന്നത്. ഈ ചേമ്പറിന് 2 ലെയറുകളാണ്. പുറമേ കാണുന്ന ലെയറുകൾ കംപ്ലീറ്റ് വെള്ളമാണ്. ഇത് ഉള്ളിലത്തെ ലെയറിലേക്കാണ് നമ്മൾ റോ ഹണി ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? പുറമേ കാണുന്ന ലെയറിലെ വെള്ളത്തിനെ നമ്മൾ ചൂടാക്കും. വെള്ളത്തിൻ്റെ ചൂടുകൊണ്ടാണ് ഉള്ളിൽ ഒഴിച്ചു കൊടുക്കുന്ന തേൻ ചൂടാവുക. തേൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഡയറക്റ്റ് ഹീറ്റ് ചെയ്യാൻ പാടില്ല. തേൻ ഡയറക്റ്റ് ഹീറ്റ് ചെയ്ത് 70 ഡിഗ്രി ചൂടിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തേനിലെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെട്ടു. നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിനെ ഒരു 57 ഡിഗ്രി വരെ സെറ്റ് ചെയ്ത് ചൂടാക്കും. വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് തേനെ ചൂടാക്കും. ആ സമയത്ത് തേനിലുള്ള വേസ്റ്റ് കണ്ടന്റുകളൊക്കെ ഇതേപോലെ മുകളിലേക്ക് പൊന്തി വരും. നമ്മൾ എന്ത് ചെയ്യും? മാനുവലി വേസ്റ്റ് കണ്ടന്റുകളൊക്കെ റിമൂവ് ചെയ്ത് കളയും. ബാക്കി വരുന്ന മൈക്രോ വേസ്റ്റ് ഒക്കെ ഇവിടെ മൈക്രോ ഫിൽറ്റർ ഉണ്ടാവും. ഫിൽറ്ററിൻ്റെ സഹായത്തോടെ റിമൂവ് ചെയ്യും. തേനിങ്ങനെ 1ാമത്തെ ചേമ്പറിന് 2ാമത്തെ ചേമ്പറിലേക്ക് എത്തിക്കും. സെക്കൻഡ് ചേമ്പറിലേക്ക് തേനെത്തുമ്പോൾ നല്ല പ്യൂർ ആയിട്ടുള്ള ഹണിയായിരിക്കും. വേസ്റ്റ് ഒന്നും തേനുണ്ടാവില്ല. പക്ഷെ അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട തേനിലെ വാട്ടർ കണ്ടന്റാണ്. മഴ പെയ്യുമ്പോൾ മഞ്ഞൾ സമയത്തൊക്കെയാണ് തേനിൽ വാട്ടർ കണ്ടന്റ് ഫോം ആവുന്നത്. അവിടെ നമ്മൾ വാട്ടർ കണ്ടന്റ് ചെക്ക് ചെയ്യും. ഇന്ത്യയുടെ സെൻസിലാണെങ്കിൽ 20% മാത്രം വാട്ടർ കണ്ടന്റ് ഡ്രോപ്പാണ്. നേരെയാണ് തേനിലെ വാട്ടർ കണ്ടന്റ് ഈ ചേമ്പറിലേക്ക് എത്തിക്കും. ഇതൊരു വാക്വം ചേമ്പറാണെങ്കിൽ ഉള്ളിൽ കംപ്ലീറ്റ് പ്രഷറാണ്. ഈ പ്രഷറുള്ള ചേമ്പറിലേക്ക് തേൻ നേടുമ്പോൾ അധികമായിട്ടുള്ള വാട്ടർ കണ്ടന്റുകളൊക്കെ ബബിൾസ് രീതിയിൽ ഫോം ആവും. ഈ ബബിൾസ് രൂപത്തിൽ ഫോം ആവുന്ന വാട്ടർ കണ്ടന്റ് ഈ വാട്ടർ ശക്തി തരും. നേരെ ചൂട് കടന്നു കഴിയുമ്പോൾ ചൂടിൻ്റെ അവിടെ വെച്ച് തേനിലെ ജലാംശം തണുത്ത് വെള്ളമായിട്ട് മാറത്തില്ല. അങ്ങനെ നമ്മൾ തേനിന് വേർതിരിച്ചെടുക്കുന്ന വെള്ളമാണ് ഇത്. നമ്മളിവിടെ 300 കിലോയൊക്കെ പ്രോസസ് ചെയ്യുമ്പോൾ 12-13 ലിറ്ററോളം വെള്ളമൊക്കെ നമ്മൾ ഇതേപോലെ വേർതിരിച്ചെടുക്കുന്നുണ്ട്. സ്മെല്ല് നോക്കാം. തേനൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. പക്ഷേ ടേസ്റ്റ് കാര്യങ്ങളൊന്നും ആ രീതിയിൽ ഉണ്ടാവില്ല. ഒരു ചവർപ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഹെൽത്ത് ബെനിഫിറ്റും അല്ല. അങ്ങനെ ഇത്രയും പ്രോസസ്സിങ്ങിന് ശേഷമാണ് ഇവിടെ നമുക്ക് ഇങ്ങനൊരു ഹണി കിട്ടുന്നത്. ഈ ഹണിക്ക് എക്സ്പയറി ഇല്ല. എത്ര കൊല്ലം വരെ ഉപയോഗിച്ചാലും ഇതിന് ഒരു കേടുപാട് വരില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും കൈയിട്ട് വാരി കഴിക്കാതിരിക്കുക, ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ചിട്ട് മാത്രം തേനെടുക്കുക, മൂടിയൊക്കെ നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കുക. ഈ രീതിയിലേക്ക് കീക്കുകയാണെങ്കിൽ ഇതിന് തേൻ എന്ന് പറയുന്ന ലൈഫ് ലോങ് ആണ്. എത്ര കൊല്ലം വരെ തേൻ ഉപയോഗിച്ചാലും ഒരു കേടുപാടും തേന് വരില്ല. ഇനി നമുക്ക് ഉള്ളിലൊരു മ്യൂസിയം ഉണ്ട്, അതൊന്ന് വിസിറ്റ് ചെയ്യാം. എന്നോ ചങ്കുവെട്ടിൻ്റെ കുറച്ച് ഒരു വർഷത്തിന് അവിടെ ഡയാലിസിസ് ടെക്നീഷ്യൻ ആയിരുന്നു. പിന്നെ അവിടെ ഞാൻ അരീക്കോട് എടരിക്കോടൊക്കെ വന്ന് അവിടെ ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഇവിടെ നമ്മുടെ തേനീച്ചക്കൂടിന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരു തേനീച്ചക്കൂട്ടില് 3 തരം തേനീച്ചകളാണ് ഉണ്ടാവുക. അറിയോ? അവരൊക്കെ എന്തെങ്കിലും അറിയില്ല. ആൺതേനീച്ചകൾ ഉണ്ടാവും, പെൺതേനീച്ചകൾ ഉണ്ടാവും, പിന്നെ ഒരു റാണി ഉണ്ടാവും. ഇവരെങ്ങനെ തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാല് ആൺതേനീച്ചകൾക്കൊക്കെ ഒരേ ബോഡി ആയിരിക്കും, ചെറിയ ചിറകുകളൊക്കെ ആയിരിക്കും. പെൺതേനീച്ചയാണെങ്കിൽ ഇവിടെ ഹെഡൊക്കെ ചെറുതായിരിക്കും, വിങ്സ് ഒക്കെ വലുതായിരിക്കും. അതേപോലെ തന്നെ റാണി, കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യവും ഏറ്റവും വലുതൊക്കെ റാണിയായിരിക്കും. ഈ റാണി തേനീച്ച ഒരു ദിവസം തന്നെ കൂട്ടില് 2000 മുതൽ 2500ഓളം മുട്ടകൾ ഇടുന്നുണ്ട്. ഇന ചേരാതെ മുട്ടയിടാൻ കഴിവുള്ള ജീവിയാണ് തേനീച്ചകൾ. റാണിക്ക് മാത്രമാണ് ഈ കൂട്ടിലെ അടുത്ത ജനറേഷൻ രൂപീകരിക്കാൻ കഴിവുള്ളൂ. ഇട്ട മുട്ട വിരിക്കാൻ റാണിക്ക് മാത്രമേ കഴിവുള്ളൂ. ഒന്നേ ഉണ്ടാവുള്ളൂ. ഈ പെൺതേനീച്ചകൾ മുട്ടയൊക്കെ ഇടാറുണ്ട്. പക്ഷെ പെൺതേനീച്ചകൾ ഇടുന്ന മുട്ടകൾ ഒന്നും വിരിയാറില്ല. ഇനി വിരിഞ്ഞാൽ തന്നെ ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെയാണ് വിരിഞ്ഞു വരുന്നത്. ഇതിന്റെ റീസൺ, അതായത് റാണിക്ക് ഇത്രയും സ്പെഷ്യാലിറ്റീസ് കിട്ടാനും ആൺതേനീച്ചക്കും പെൺതേനീച്ചക്കും ഇത് കിട്ടാതിരിക്കാനും കാരണം ഇവര് കഴിക്കുന്ന ഫുഡാണ്. നമ്മുടെ ആൺതേനീച്ചയും പെൺതേനീച്ചയും കഴിക്കുന്നത് ബീ ബ്രെഡ് എന്ന് പറയുന്ന ഒരു ഫുഡാണ്. ബീ ബ്രെഡ് എന്ന് പറഞ്ഞാൽ തേനും അതുപോലെ തന്നെ പൂമ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫുഡാണ്.
പക്ഷെ നമ്മുടെ റാണി തേനീച്ച അവള് ജനിച്ച് അവളുടെ മുട്ടയൊക്കെയുള്ള സ്റ്റേജിൽ മുതൽ അവളുടെ കൂട്ടിൽ ഫില്ല് ചെയ്ത് ഇവള് മരണം വരെ കഴിക്കുന്നത് റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫുഡാണ്. ഈ റോയൽ ജെല്ലി കഴിക്കുന്നതാണ് റാണിക്ക് ഇത്രയും സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഈ കൂട്ടിൽ കിട്ടുന്നത്. ഇത് എവിടെന്ന് വെച്ചാല് എല്ലാ പെൺ തേനീച്ചകളും ജനിച്ച് ആദ്യത്തെ 20 ദിവസം അവരുടെ ഹെഡില് മെൽറ്റായി വരുന്ന ഒരു മിൽക്കാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഈ ഫുഡ് മാത്രമേ റാണി എഴുതുന്നുള്ളൂ, മരണം വരെ കഴിക്കുന്നുള്ളൂ. ഈ ബീബ്രഡ് കഴിക്കുന്ന ആൺതേനീച്ചയും പെൺതേനീച്ചയും ആകെ ജീവിക്കുന്നത് 4 മാസം മുതൽ 5 മാസം വരെയാണ്. പക്ഷെ റോയൽ ജെല്ലി കഴിക്കുന്ന റാണി ഈ കൂട്ടില് 5 വർഷം വരെ ജീവിക്കും. ഓക്കെ, ഈ റോയൽ ജെല്ലി ശരിക്കും നമ്മളും യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റി ഞാൻ ലാസ്റ്റ് ഒരു സെക്ഷൻ അവിടെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അതേപോലെ ഇത് തേനീച്ചയുടെ കണ്ണിന്റെ സ്ട്രക്ചർ ആണ്. തേനീച്ചകൾക്ക് മൊത്തം 5 കണ്ണുകളാണ് ഉള്ളത്. 3 ഒസെല്ലി ഐസസും ഉണ്ട്, 2 കോമ്പൗണ്ട് ഐസും ഉണ്ട്. ഈ 2 കോമ്പൗണ്ട് ഐസിലും 1000കണക്കിന് ലെൻസുകൾ വരുന്നുണ്ട്. നമ്മളിപ്പോ ഒരു കൂട്ടിലേക്ക് കല്ലൊക്കെ എടുത്തിരാണെങ്കിൽ ആ കല്ല് എവിടുന്നാ വരുന്നത്, അത് എവിടെ വന്ന് പതിക്കും, എറിഞ്ഞ ആൾ എവിടെ പോയി ഒളിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തേനീച്ച എന്ത് ചെയ്യും, സെക്കൻഡുകളുണ്ട് സെൻസ് ചെയ്യും. എവിടെ പോയി വിളിച്ചാലും കുത്തു കിട്ടും. ഈ വെള്ളത്തിൽ മുങ്ങിക്കിടന്നവരെ തലേന്റെ മേലെ വന്നിക്കും, പൊന്തി കഴിഞ്ഞാൽ കുത്തു കിട്ടും. നമ്മളെ കുത്തുന്നതൊക്കെ തേനീച്ചകൾ. ഇവരെ വർക്കർ ബീസ് എന്നാണ് പെൺതേനീച്ചകളെ വിളിക്കുന്നത്. അതേപോലെ ആൺതേനീച്ചകളുണ്ട്. ആൺതേനീച്ചകൾ പൊതുവെ മടിയന്മാരാണ്, ഒരു പണിയും ചെയ്യുന്നില്ല. ഫുഡ് കഴിക്കുക, അതേപോലെ തന്നെ റാണിയുമായിട്ട് മെയിറ്റ് ചെയ്യുക. ഇത് രണ്ടും മാത്രമാണ് ആൺതേനീച്ചകൾ ചെയ്യുന്ന പണി. ആൺതേനീച്ചകളെ ലേസി ബീസ് അല്ലെങ്കിൽ മടിയനീച്ചകൾ എന്നാണ് ആൺതേനീച്ചകൾ അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ തേനിന്റെ കുറച്ച് സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെയാണ് പരിചയപ്പെടുന്നത്. ചില ആളുകൾക്ക് തേനത് അതേപോലെ കറുത്ത നിറയായി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കരുത് എന്ന് പറയും. ശരിക്കും ഉപയോഗിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേൻ കറുത്ത നിറത്തിലേക്ക് പോകുന്നത് കാലപ്പഴക്കം കൊണ്ടാണ്. ഈ ഒരു സ്റ്റേജിലേക്ക് പഴയ തേനായിരിക്കും ഗുണവും വീര്യം കൂടുതൽ പഴയ തേനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഗൾഫിലൊക്കെ പോയിട്ടുണ്ടോ ഇതേപോലത്തെ ഒരു ഹണി കണ്ടിട്ടുണ്ടോ? വൈറ്റ് കളർ സെയിം ഹണിയാണ്. കുറച്ചിങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയാണ്. ആക്ച്വലി ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിങ് നടക്കുന്ന ഹണിയാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഹണിയാണ് ആ ഒരു വൈറ്റ് ഹണി. അത് കളക്ട് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് അവിടുത്തെ കടുക് കൃഷി ചെയ്യുന്ന കടുകിന്റെ പ്ലാന്റേഷനിൽ കളക്ട് ചെയ്യുന്ന തേനാണ്. ഈ കടുകിന്റെ തേൻ കഴിച്ചാൽ നമ്മുടെ ബോഡി ഹീറ്റ് ആവും. ബോഡി ഹീറ്റ് ആയാൽ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടും. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കുറവുള്ള ആളുകൾക്ക് അതുപോലെ വെരിക്കോസ് വെയിന്, ആർത്രൈറ്റിസിന്, ജോയിന്റ് പെയിന് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹണിയാണ് കടുകിന്റെ തേൻ എന്ന് പറയുന്നത്. ഇവിടെ എൻ്റെ ഞാൻ ലാസ്റ്റ് സെക്ഷനിൽ കാണിച്ചു തരാം. നാളെ രാവിലെ തേനത് അതേപോലെ എന്ത് പറയും? കട്ടടിക്കാൻ പാടുണ്ടോ? കട്ടടിക്കാൻ പാടില്ല. ശരിക്കും ഇതൊരു തെറ്റായ ചിന്താഗതിയാണ്. ഇത് എവിടെ എനിക്ക് അറിയാമെന്ന് വെച്ചാൽ ഇത് പറഞ്ഞതിനെ പറ്റി ഇതൊരു ഐഡിയ ഉണ്ടാവില്ല. ഇല്ലല്ലോ, ഇല്ല. ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഹണി ക്രിസ്റ്റലൈസേഷൻ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ കാണാം തേനിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്വഭാവമാണ് കട്ട പിടിക്കുക എന്ന് പറയുന്നത്. പ്യൂർ ആയിട്ടുള്ള ഹണി കട്ട പിടിക്കും. ഇത് കട്ട പിടിക്കുന്നത് പ്രധാനമായിട്ട് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഗ്ലൂക്കോസ് ഫ്രാക്ടോസ് റേഷ്യോയിൽ വ്യത്യാസം വന്നാൽ തേൻ കട്ട പിടിക്കും. അതേപോലെ തണുത്ത കാലാവസ്ഥയിലേക്ക് പോലും തേൻ കട്ട പിടിക്കും. നോർമൽ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് എത്താൻ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി നോർമൽ സ്റ്റേജിലേക്ക് തേൻ എത്തിക്കാൻ പറ്റും. ഇനി ഇത് അങ്ങനെ കഴിച്ചു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാ തേനും കട്ട പിടിച്ചു വെച്ചിട്ട് അത് ഒറിജിനൽ ആയിക്കോളണമെന്നില്ല. ഇത് വെച്ചിട്ടാണ് അവരുടെ കൂടൊക്കെ അവർ മേക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു മെഴുക് വെച്ചിട്ട് ഇവിടെ ഒരു പ്രൊഡക്റ്റ് കൂടെ ചെയ്യുന്നുണ്ട്, ബീവാക്സ് എന്ന പേരിൽ. ലിപ്പ് പൊട്ടുന്ന നമ്മുടെ റാണി ജനിച്ച് 1-2 ആഴ്ച കഴിയുമ്പോൾ റാണിയുടെ ശരീരത്തിൽ ഒരു ഫെറമോൺ പുറപ്പെടുവിക്കും. ഈ ഫെറമോൺ എന്ന് പറഞ്ഞാൽ ഈ കൂടുതൽ ആൺതേനീച്ചകളെ അടുത്ത കൂടുതൽ ആൺതേനീച്ചകളൊക്കെ അട്രാക്ട് ചെയ്യുന്ന ഫെറമോണാണ്. ഇത് പുറപ്പെടും. സിദർ ഹണിയാണ്. സിദർ ഹണി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഹണിയാണ് സിദർ. ഇത് കളക്ട് ചെയ്യുന്നത് കാശ്മീരിൽ നിന്നാണ്. ഈ എലന്തപ്പഴം അറിയോ? എലന്തപ്പഴം പൂക്കുന്ന സമയത്താണ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് എലന്തപ്പഴം പൂക്കുന്ന സമയത്താണ് കളക്ട് ചെയ്യുന്നത്. ഷുഗറുള്ള ആളുകൾക്കൊക്കെ ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന ഹണിയാണ്. നമ്മുടെ ഇന്ത്യൻ ആയിട്ടുള്ള ഓർഗൻസ്, അലർജി, ആസ്മ ഉള്ളവർക്ക്, പ്രഗ്നൻസി ലേഡീസ്, യൂർ ഇൻഫെക്ഷൻ, ഡയബറ്റിക്, രാത്രി ഭക്ഷണം ശേഷം ഒരു ഗ്ലാസ് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുക. കൂടാൻ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുക കേട്ടോ. കൂടാൻ പാലിൽ മിക്സ് ചെയ്ത് രാത്രി ഭക്ഷണത്തിന് ശേഷം. വയനാടൻ തേനാണ്. ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള വയനാടൻ കാട്ടുതേനാണ്. നമുക്ക് നോർമൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തേനാണ് വയനാട് തേൻ. കുട്ടികൾക്ക് കൊടുക്കാൻ മരുന്ന് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വയനാട് തേൻ. ഉറക്കക്കുറവ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹണിയാണ്.
ഇത് അജുവൈൻ ഹണിയാണ്. അയമോദകല്ലേ, അയമോദകം കൃഷി ചെയ്യുന്ന പ്ലാന്റേഷൻ രാജസ്ഥാനിലാണ് കളക്ട് ചെയ്യുന്നത്. ഇത് ഈ ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, വൈറസ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെയാണ് അജുവൈൻ ഹണി യൂസ് ചെയ്യുന്നത്. ഉങ്ങ് റോഡ് സൈഡിലേക്ക് വലിയ തണൽമരം. ഇത് ഉങ്ങിന്ന് കളക്ട് ചെയ്യുന്നതാണ്. സ്കിൻ അലർജീസ് അതുപോലെ സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനൊക്കെയാണ് തേൻ യൂസ് ചെയ്യുന്നത്. ഇത് മസ്റ്റാർഡ് ആണ്. ഉള്ളിലാണ് വൈറ്റ് ഹണി അടിച്ചതല്ലേ, വെള്ള കളറിലെ അത് കടുകിന്റെ തേനാണ്. ഇതും കടുകിന്റെ തേനാണ്. ആ വൈറ്റ് ഹണി കളക്ട് ചെയ്യുന്ന ഹിമാചൽ പ്രദേശ് നിന്നാണ്. ഇത് പഞ്ചാബ്, ഹരിയാന ഭാഗത്ത് കളക്ട് ചെയ്യുന്ന കടുക് തേനാണ്. വെരിക്കോസ് വെയിൻ, ആർത്രൈറ്റിസ്, ജോയിന്റ് പെയിൻ, ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിനൊക്കെയാണ് തേൻ യൂസ് ചെയ്യുന്നത്. ഇത് തുളസിയുടെ തേനാണ്. വെറ്റില തുളസി ഇല്ലേ, അത് കൃഷി ചെയ്യുന്ന പ്ലാന്റേഷനിൽ കളക്ട് ചെയ്യുന്നതാണ്. ഇത് ചുമ, കഫക്കെട്ട്, തൊണ്ടവേദന അങ്ങനത്തെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹണിയാണ് തുളസിയുടെ തേന്. കൊടുക്കാനൊക്കെ പറ്റുന്ന തേനാണോ. ഇത് ജാമുൻ ഹണിയാണ്. ഞാവൽപ്പഴല്ലേ, അത് കൃഷി ചെയ്യുന്ന പ്ലാന്റേഷനിൽ കളക്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ പർപ്പസ് ഇത് ഗാർലിക് ഹണിയാണ്. വെളുത്തുള്ളിയുടെ തേൻ. ശരിക്കും വെളുത്തുള്ളിക്ക് പൂണ്ടെങ്കിൽ വെളുത്തുള്ളിന്റെ പൂരെന്തില്ല തേന്. ഇത് നമ്മളിവിടെ ആഡ് ചെയ്യുന്ന ഹണിയാണ്. വയനാടൻ തേനിൽ 40 ദിവസം വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ പ്രോസസ് ചെയ്തെടുക്കുന്നത്. ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്കും അതുപോലെ ബാഡ് കൊളസ്ട്രോൾ കാര്യങ്ങൾക്കൊക്കെയാണ് തേൻ യൂസ് ചെയ്യുന്നത്. ബീഹാറിലെ ലിച്ചി പ്ലാന്റേഷൻ ആണ് കളക്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും മധുരമുള്ള തേനാണ് ലിച്ചിയുടെ തേൻ. ഇത് ബ്യൂട്ടി ഉള്ളിൽ തേനീച്ചയുടെ മെഴുകോട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെന്നറിയില്ലേ, ആ ഒരു പ്രൊഡക്റ്റ് ആണ്. ലിപ്പ് പൊട്ടുന്നതിന്, ലിപ് ബാം ആയിട്ട്, ഡ്രൈ സ്കിന്ന്, കണ്ണിന്റെ ആളെ കറുപ്പുകൾ, അതിനെ മോയ്സ്ചറൈസിംഗ് ആയിട്ട്, കാലിനെ പൊട്ടുന്നതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വിത്തൗട്ട് കെമിക്കൽ നമ്മളിവിടെ മേക്ക് ചെയ്യുന്നതാണ്. മോത്തല്ലട്ടാ കൈമലാണ്. മോത്ത കണ്ട കൈമല കൈ കണ്ട ബൂസ്റ്റ് ചെയ്യാൻ, എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ, രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ, പാരമ്പര്യം ഉറക്കാൻ, ഈവൻ ക്യാൻസറിനെ അവരെ നശിപ്പിക്കാനുള്ള പവർ റോയൽ ജെല്ലിക്ക് ഉണ്ട്. തേനുകളുടെ കൂട്ടത്തിലെ രാജാവ് ചെറുതേനാണെങ്കിൽ ചെറുതേനെക്കാട്ടും ഒരു 10 മടങ്ങ് ബെനിഫിറ്റ് കൂടുതലുള്ള സാധനമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മാക്സിമം ക്വാണ്ടിറ്റി പറയുന്നത് ഒരു മാസത്തേക്ക് 20 ഗ്രാമാണ് ബോഡിയിലേക്ക് എത്താൻ പറ്റുന്ന മാക്സിമം ക്വാണ്ടിറ്റി ഒരു മാസത്തേക്ക്. ഇതിന് ഈ ഒരു ഫോമിൽ ഒരു കയ്പ് ടേസ്റ്റ് ആണുള്ളത്. ഇത് എങ്ങനെ കഴിക്കണം നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ കസ്റ്റമറെ മുന്നിൽ 20 ഗ്രാം റോയൽ ജെല്ലി എടുക്കുന്നത് 300 ഗ്രാം ഫസ്റ്റ് വെച്ചാൽ സിദർ ഹണി വന്നില്ലേ, കാശ്മീർ തെലങ്കാന, ആ തേൻ ഏറ്റവും പ്രീമിയം ഹണി തന്നെ. ആ ഒരു തേൻ 300 ഗ്രാമിലേക്ക് 20 ഗ്രാം റോയൽ ജെല്ലി കസ്റ്റമറെ മുന്നിൽ നിന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. റോയൽ ഹണി എന്ന പേരിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റി ഒരു മാസത്തേക്കുള്ള ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ചാർജ് ചെയ്യുന്നത് 4200 രൂപയാണ് റോയൽ ജെല്ലിക്ക് കോസ്റ്റ് വരുന്നത്. റോയൽ ജെല്ലി അവൈലബിൾ ആണ്, മറ്റു പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്, നോക്കാം. ഇതാണ് ചെറുതേൻ കേട്ടോ. നമ്മളിവിടെ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടില്ല ചെറുതേൻ, കാരണം കുറച്ച് കോസ്റ്റ്ലി ആണ് ചെറുതേൻ വരുന്നത്. അതുകൊണ്ടാണ് ടേസ്റ്റും കാര്യങ്ങളും ഇല്ലാത്തത്. ചെറുതേൻ അവൈലബിൾ ആണ്. ചെറുതേൻ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കോമ്പൗണ്ട് കൂടി ഉണ്ട്.